ഇമാം ഷുഅബ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. ഇമാം ഷുഅബ മരണപ്പെട്ടു. ഇദ്ദേഹം കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തി മരണപ്പെട്ടു. വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാപ്പ് ചോദിക്കുവാനും അദ്ദേഹത്തിന് ഉമ്മനോടും തൻ്റെ സഹോദരനുണ്ട് വീട്ടിൽ, അവരോടും പറഞ്ഞ് കൂട്ടുകാരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞു. മദ്യം ചിന്താൻ പറഞ്ഞു. കൂട്ടുകാരോട് പോകാൻ പറഞ്ഞു. ഇനി എന്നെ കാണണ്ട, എന്നെ കാത്തുക്കും വേണ്ട, പോകാൻ പറഞ്ഞു. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എൻ്റെ എഴുത്ത് പലകി എടുത്തു തരാൻ പറഞ്ഞു. അതെടുത്തിട്ട് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കാനബി അവിടെ നിന്നില്ല, നേരെ മദീനയിലേക്ക് പോയി. അങ്ങനെ മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിജ്ഞാന സദസ്സിൽ ഒരു ശിഷ്യനായിട്ട് ജീവിച്ചു. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമയുടെ മനസ്സിൽ ശുഅബത്ത് ബിൻ ഹജ്ജാജാണ് ലക്ഷ്യം. അങ്ങനെ ശുഅബയിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കാനബി തത്രപ്പെട്ട് വീണ്ടും കൂഫയിലെത്തിയ ചരിത്രം കാണാം. പക്ഷേ ശുഅബയെ വീണ്ടും ഒരിക്കൽ മുഖം കാണുന്നതിന് മുമ്പ് ഇമാം ഷുഅബ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു. ഇദ്ദേഹം കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തി മരണപ്പെട്ടു. വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാപ്പ് ചോദിക്കുവാനും അദ്ദേഹത്തിന് കൂടുതൽ ഇനി പഠിക്കാനും വേണ്ടിയിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കാനബി ചെല്ലുന്നത്. പക്ഷെ അതിനു മുമ്പ് ഇമാം ഷുഅബ മരണപ്പെട്ടു. അത് ഇദ്ദേഹത്തിന് മറ്റൊരു ഷോക്കായി കാനബിക്ക്. പക്ഷേ കാനബി ഇമാം മാലിക് ബിൻ അനസിന്റെ ശിഷ്യനായിട്ട് മദീനയിൽ വളർന്നു, ജീവിച്ചു, പഠിച്ചു, വളർന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രബല ശിഷ്യനാണ് ആര്? ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കാനബി. ഇമാം മാലിക്കിന്റെ മുവത്ത മനപ്പാടമാക്കിയ പണ്ഡിതൻ. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ ഇമാം അബൂ ഹാത്തിം റാസി അബ്ദുല്ലാഹി മസ്ലമ അൽ കാനബിയെ മുഖം കാണിച്ച് അബൂ ഹാത്തിം പറയാണ്, സിഖത്തുൻ ഹുജ്ജ, അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കാനബി വിശ്വസ്തനാണ്, ഹുജ്ജത്ത് തെളിവാണ്. ലം അറ അഖ്ശഅ മിൻഹു, അദ്ദേഹത്തോളം അള്ളാഹുവിൽ പേടിയുള്ള ഖുശൂഉള്ള ഭക്തനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരെക്കുറിച്ചായി പറയുന്നത്? ഈ കത്തി ഓങ്ങിയ ഈ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തോളം ഖുശൂഉള്ള ഒരു മനുഷ്യനെ, ഭക്തിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്നാണ്. കാനബി ഒരു സദസ്സിലൂടെ പോകുകയാണെങ്കിൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ എടുക്കുമായിരുന്നതാണ്. അദ്ദേഹത്തെ കണ്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമായിരുന്നതാണ്. കാരണം അത്രമാത്രം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എന്ത് ചെയ്തു? ആര് മാറി? അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കാനബി മാറി. ആദ്യം അദ്ദേഹത്തെ കണ്ട കള്ള ഓർമ്മ വരിക, റൗഡിത്തര ഓർമ്മ വരിക. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തെ കണ്ടാൽ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓർക്കുമാർ. ആ വ്യക്തിത്വം അനുഗ്രഹീതമായി. എന്നിട്ട്